കുംഭമേള കേരളത്തെ വളർച്ചയിലേക്ക് നയിക്കുമെന്ന് മൗനയോഗി സ്വാമി ഹരിനാരായണൻ. വികലമാക്കപ്പെട്ട ചരിത്രത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ സുഹൃത്ത് വേദി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിസ്മരിക്കപ്പെട്ടതും വികലമാക്കപ്പെട്ടതുമായ ചരിത്ര സത്യങ്ങളെ വീണ്ടെടുത്ത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വമാണ് കുംഭമേളയിലൂടെ നിറവേറ്റപ്പെടുന്നതെന്ന് മൗനയോഗി സ്വാമി ഹരിനാരായണൻ പറഞ്ഞു. ദേശസ്നേഹികളുടെ ആത്മാഭിമാനം നഷ്ടമാക്കുന്ന തരത്തിൽ വികലമാക്കപ്പെട്ട ചരിത്രത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും അതിനായി പഠനങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിലെ സുവർണലിപികളാൽ രചിക്കപ്പെട്ട ഈ കുംഭമേള ഇത്രയും വലിയ വിജയമായി എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ ഇത്രയും വലിയ ഒരു ഹൈന്ദവ കൂട്ടായ്മ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് ചുരുങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന് നമുക്ക് നമ്മുടെ വിദൂരങ്ങളിൽ പോലും സ്വപ്നം കാണാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്രയും സങ്കുചിതമായി നമ്മൾ മാറിയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു മാഘമാസത്തിലെ അമൃത സ്നാനം കൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം തങ്ങളുടെ പ്രായശ്ചിത്ത സ്നാനം ചെയ്ത് ആ വിരാട് ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. തിരുവഞ്ചിക്കുളത്ത് നിന്ന് തിരുനാവായിലേക്ക് നടത്തിയ ധർമ്മജ്യോതി രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് കൊടുങ്ങല്ലൂർ സുഹൃത്ത് വേദി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മൗനയോഗി സ്വാമി ഹരിനാരായണൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുംഭമേളയ്ക്ക് രക്ഷാധികാരിയായിരുന്ന ചേരമാൻ പെരുമാളുടെ ഛായാചിത്രവും ധർമ്മജ്യോതിയും വഹിച്ചായിരുന്നു രഥയാത്ര. രഥയാത്രയിൽ ഉപയോഗിച്ച ചേരമാൻ പെരുമാളുടെ ഛായാചിത്രം പെരുമാക്കന്മാരുടെ രാജക്ഷേത്രമായ തിരുവഞ്ചിക്കുളത്ത് സ്ഥാപിക്കാൻ കൈമാറി. എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീർ മേലപ്പാട്ട് ഏറ്റുവാങ്ങി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 30ഓളം പേർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ കോവിലകം സുരേന്ദ്രവർമ്മ തമ്പുരാൻ മൗനയോഗി സ്വാമി ഹരിനാരായണനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹരിതം ഗ്രൂപ്പ് MD ഹരിദാസ് പാപ്പുള്ളി ഉപഹാരം സമ്മാനിച്ചു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സിനിമാ താരം ദിനേശ് പണിക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. റിസർവ് ബാങ്ക് റിട്ടയർഡ് ഡയറക്ടർ വിശ്വനാഥൻ, വീരബാഹു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സത്യധർമ്മൻ അടികൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KG ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. അജിത് പ്രസാദ് സ്വാഗതവും സുധീന്ദ്രൻ കണ്ണോത്ത് നന്ദിയും അർപ്പിച്ചു. ജനം, തൃശൂർ.